5 കൊല്ലത്തേക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. അപ്പോൾ ഈ ഇടയിൽ കൊണ്ട് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അവരെ കുറ്റം പറച്ചിലുള്ളൂ. അവരുടെ ചുറ്റും വളഞ്ഞുകൊണ്ട് അറബികളും അവരുടെ തീവ്ര സംഘടനകളായ ഹമാസും ഹിസ്ബുള്ളും പറയുമ്പോൾ ഒരാൾക്കും ചൂടില്ല. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിശ്വാസികളെല്ലാവരും ഷക്കീന ചാനലിലും ഗുഡ്നസ് ടി വിയിലൊക്കെ നമ്മുടെ തന്നെ കത്തോലിക്ക മാധ്യമങ്ങൾ അത് വിശദമായിട്ട് കാരക്കാട്ട് തുടങ്ങിയവരൊക്കെ ചർച്ച ചെയ്തെടുത്ത് പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് കേൾക്കണം, സത്യാവസ്ഥ അറിയണം. പലസ്തീനക്കാരും നമുക്ക് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ പലസ്തീൻ ഉള്ളിൽ എടുക്കുന്ന തീവ്രവാദികളോടാണ് നമുക്ക് ദേഷ്യം. മുസ്ലിങ്ങളോട് നമുക്ക് സ്നേഹമാണ്, നമ്മുടെ അയൽവാസി. പക്ഷേ അവരും ഇങ്ങനെ തീവ്രവാദത്തിൻ്റെ അടിമകളായി തീർന്നു. അവരതിന് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഞമ്മൻ തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. എങ്കിലും പൊതുവെ നമ്മുടെ മുസ്ലിംസൊക്കെ നമ്മളെ സഹോദരങ്ങളും സ്നേഹിതരൊക്കെയാണ്, അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അവരുടെ ഇടയിലൂടെ ഈ ഗൂഢസംഘത്തിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരെ അംഗീകരിക്കാൻ പറ്റില്ല. അതിൽ നമ്മുടെ മെത്രാന്മാരും ജനങ്ങളും കോൺഗ്രസ് പാർട്ടിയൊക്കെ പേടിച്ച് പറിച്ച് നിൽക്കുകയാണ്. തുറന്നു പറയില്ല, പറയണം. അതിൻ്റെ ഭവിഷ്യത്തിൽ നമ്മൾ കോൺഗ്രസ് പാർട്ടി കിട്ടാൻ പോവുകയാണ്. അതേ സമയത്ത് അവരുടെ പണക്കാനും നമുക്ക് ഇഷ്ടമില്ല. ശിഹാബ് തങ്ങളെയോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോ നമ്മൾ വീണ അവരൊക്കെ തൽക്കാലം സ്നേഹമുള്ള മനുഷ്യർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ള തീവ്രവാദി സംഘങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയണം. അത് രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്വം. സതീശനും സുധാകരനെക്കുറിച്ച് ചെയ്തോട്ടെ. സുധാകരന് കമ്മ്യൂണിസ്റ്റുകാരുള്ള ദേഷ്യം മാത്രമേ അയാൾ കാണിക്കണുള്ളൂ ആദ്യമായിട്ട്. പിന്നെ അയാൾ മുസ്ലിംസിൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും പിണറായിയുടെയും കോട്ടയിൽ വളർന്നു വരുന്നൊരു തീയാണത്. അയാളുടെ വലിയൊരു വിജയം ലഭിച്ചു. അത് വലിയൊരു ആശ്വാസം, എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. KPC പ്രസിഡൻറ്റ് അതുപോലെ ഒരു ധൈര്യമുള്ള നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ പ്രാർത്ഥന. മൂന്നാമത്തെ പ്രാർത്ഥന, നമ്മൾ ഇന്ന് ചർച്ച വന്നത് നമ്മുടെ തൃശ്ശൂർ ഇയാൾ സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളതാണ്. അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. ഞാൻ അയാളെക്കുറിച്ച് കമൻറ്റ് പറയാറുണ്ട് ഫേസ്ബുക്കിൽ. വ്യക്തിപരമായിട്ട് നടനേക്കാൾ ഉപരി ഒരു മനുഷ്യസ്നേഹിയാണ്. കാര്യങ്ങൾ ചെയ്യും, ധൈര്യമായിട്ട് കാര്യങ്ങൾ പറയും. അത് അയാളുടെ പാർട്ടിയുടെ ബലം കൊണ്ട് അയാളുടെ സ്വഭാവ വീര്യം തന്നെയാണ്. ആ സിനിമയിൽ കാണിക്കുന്ന പോലെ ആ ശൂരത കാണിക്കുകയാണ്. പക്ഷേ തൃശ്ശൂർക്കാർക്ക് 5 കൊല്ലം തോൽപ്പിച്ചപ്പോഴും അയാൾ വിട്ടുകൊടുത്തില്ല. പിന്നീടുള്ള പല കാര്യങ്ങളിലും അവിടെ ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. ആ നമ്മുടെ ശക്തം തന്നുള്ള ആ പാലം അത് വലിയ ഉപകാരമൊന്നും കണ്ടില്ല അവിടെ. ഞാൻ അതിങ്ങനെ കുറേ കെട്ടി കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ആൾക്കാർ നടക്കാൻ പോവില്ല. താഴെക്കൂടെ എന്നൊക്കെ ആൾക്കാർ നടക്കണം ഞാൻ കണ്ടേ. എന്താവട്ടെ. അപ്പോൾ മറ്റൊരു കാര്യങ്ങളിൽ ഒക്കെ ഉണ്ടാകും. അതുപോലെ കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽ വ്യക്തമായിട്ട് നേരിട്ടതും ഇയാൾ തന്നെയാണ്. പക്ഷേ അവരുടെ പാർട്ടി ലെവലിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പിണറായിനി നമ്മുടെ കള്ളന്മാരായ MK കണ്ണനും പിന്നെ എന്താ പറയുക മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ നേതാക്കന്മാരെയും സംരക്ഷിച്ചു. അവരത് ഒത്തുധാരണയുണ്ട്. അതിൽ നമ്മുടെ സതീശൻ പറഞ്ഞതിൽ ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ അവരൊക്കെ ജയിലിൽ കിടക്കേണ്ടതാണ്. ആ സെക്രട്ടറിമാരൊക്കെ 130 കോടി കട്ടെടുത്തെന്ന് പറഞ്ഞ ഒരു യാതൊരു താഴ്മത്വമില്ല. അതെല്ലാ സഹകരണ ബാങ്കുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സുകാരുടെ ഒരു കണ്ടു അവിടെ വയനാട്ടിൽ, അയാൾ ജയിലിൽ കിടക്കുകയാണ്. അയാളിപ്പോൾ ജയിലിട്ടു, ഇവരെ ജയിലിട്ടില്ല. എന്താ കാരണം? അവരെല്ലാം ഒത്തുകളി, ആ ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതിനെതിരായിട്ട് ഒന്നും കൂടി ധൈര്യമായിട്ട് പറയുകയും അവർ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു സഹോദരനാണ് സുരേഷ്. അതിലേറെ എല്ലാവരും പിന്നലെ നമ്മുടെ തൃശ്ശൂർക്കാരൻ സെൻറ് തോമസിലെ പ്രൊഫസറായിരുന്ന KM ഫ്രാൻസിസ് ഒരു കമൻറ്റ് കൊടുത്തു. പ്രതാപനെ എതിർത്തു. എനിക്കതിൽ വിശ്വാസമില്ല. പ്രതാപൻ്റെ സ്ഥാനം പോകുമ്പോൾ പ്രതാപനായുള്ള ചേട്ടനെ പോലെ പിന്നെ എന്താ പറയുക കരുണാകരൻ്റെ മോനായതുകൊണ്ട് സുധാകരൻ ചേട്ടനെ ക്ഷണിച്ചിട്ടൊക്കെയുണ്ട്. പക്ഷേ അയാൾ എതിർത്തു. അയാളുടെ കൂടെ ചാവക്കാട് ഗുരുവായൂരൊക്കെ എല്ലാ റാലികളിലും നാട്ടികളിലൊക്കെ പ്രതാപനുണ്ടായിരുന്നു. അപ്പോൾ പ്രതാപൻ കാരണം എതിർത്തുകൊണ്ടെന്ന് എല്ലാവരും ജയിച്ചത് അവിടെ. കാരണം മുരളീധരൻ തോറ്റത്. മറ്റൊരു കാര്യമുണ്ട്, അവനെതിരായിക്കൊണ്ട് അവിടെയുള്ള നമ്മുടെ ക്രിസ്ത്യാനികൾ പോലും വോട്ട് ചെയ്തു. കാരണം അതാണ് മറ്റൊരു കാര്യം. ഫ്രാൻസിസ് ചേട്ടനുള്ള മറ്റൊരു മറുപടി, മാതാവിൻ്റെ ഭക്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ സുരേഷ് ഗോപി ആ ലൂർദ് മാതാവിന് കിരീടം അണിയിച്ചത്. അത് എത്ര സ്വർണ്ണമുണ്ടോ പണമൊന്നും വല്ല പ്രശ്നമില്ല, എന്നാൽ അയാൾക്ക് ചെയ്തല്ലോ. അപ്പോൾ തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേകത, തൃശ്ശൂർ ടൗണിലെ ഒരു പ്രത്യേകത 86 എനിക്കറിയാം, ലൂർദ് മാതാവും പുത്തമ്പള്ളിയിലെ മാതാവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്പലങ്ങളിലും ദേവങ്ങൾക്ക് കാഴ്ച കൊടുക്കും. പണ്ട് വിചാരിക്കുമ്പോൾ എൻ്റെ നാട്ടിലത്തെ ഉണ്ണികൃഷ്ണൻ പണിക്കരുടെ ഏലസും ഒക്കെ വെച്ചിട്ടുള്ള കച്ചവടക്കാരെ ഞാൻ തൃശ്ശൂർ ടൗണിൽ കണ്ടിട്ടുണ്ട്.
ബസ് സ്റ്റാൻഡിന് മുകളിലെ കടകളുടെ മുമ്പിൽ നമ്മുടെ കുംഭകർണനായ പണമുണ്ടാക്കുന്ന ബുദ്ധമതക്കാർ ചൈനക്കാരുടെ കുന്താണ് ആ കുബേര ബുദ്ധൻ, അത് വെച്ചിരിക്കുക. ഞാൻ അന്ന് അതൊക്കെ ഇടപെടാറുണ്ട്, കയറി പറയും തമാശ കൂടെ കാര്യപ്പെട്ടിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ അതിലൊരു കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ നമ്മുടെ എല്ലാ നാടുകളിലും ഇപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക മതസഭ എന്ന് പറയും, മതത്തിലും അമ്പലത്തിൽ പോവുക, അവിടെ ആചാരങ്ങൾ എടുക്കുക, അത് പ്രോത്സാഹിപ്പിക്കുക. ഒരിക്കലും പറ്റില്ല. അത് നമ്മൾ ഒന്നാം കൽപ്പനയ്ക്കെതിരെയുള്ള പാപമാണെന്ന് ഞാൻ എടുത്ത് പറയുകയാണ്. അപ്പോൾ ഇയാൾ ചെയ്തപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് സന്തോഷമായി, മാതാവിന് സ്നേഹമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂർക്കാർ കുറേ നസാനുകൾ നമ്മുടെ സുരേഷിന് വോട്ട് ചെയ്തു. അതാണ് കാര്യം, മനസ്സിലായ? കുറച്ച് അച്ഛന്മാരും ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഒരു അതുപോലെ കരുവന്നൂർ ഇനിയാൽക്കുട്ടിയുള്ള നസാനുകൾ കത്തോലിക്കർ, അവിടെയൊക്കെ കത്തോലിക്കരല്ലേ ഉള്ളൂ, നമ്മുടെ അവിടെ മറ്റേ സ്വറായൂർ തൃശ്ശൂർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കത്തോലിക്കർ കുറേ വോട്ടുകൾ ഇപ്രാവശ്യം സുരേഷ് ഗോപി മാതാവിൻ്റെ ഭക്തനാണ്, അയാൾ നല്ല കാര്യം ചെയ്യും എന്നുള്ളത് കൊണ്ട് ചെയ്തുകൊണ്ടാണ് മുരളീധരൻ തോറ്റെ എന്ന് പറയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിൽ അദ്ദേഹം പറഞ്ഞത്, ലൂർദ് മാതാവ് മറ്റ് ദൈവങ്ങളോട് നന്ദി പറയണ കണ്ടു. ഈ മുരളിയുടെ സുരേഷിൻ്റെ ഒരു ചരിത്രം ഞാൻ കഴിഞ്ഞ മാസങ്ങളൊക്കെ ഉണ്ടായല്ലോ. പിന്നെ തിരുവനന്തപുരത്ത് ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് തിരുവനന്തപുരത്താണ്, കൊല്ലത്തുള്ള തങ്കശ്ശേരിയിലുള്ള കോൺവെൻറ്റ് സ്കൂളിലാണെന്നുകൊണ്ട് അദ്ദേഹം പഠിച്ചത്. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ നാടുകളിൽ പലയിടത്ത് ബാംഗ്ലൂർ ഞാൻ കാണാം, നമ്മുടെ പിള്ളേർ മുസ്ലിം പിള്ളേർ പോലും പരീക്ഷയുടെ സമയത്ത് പള്ളി കയറി മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് കാണാം. ഞാനവിടെ തനിച്ച് കുർബാന നേരത്തെ. അപ്പോൾ മാതാവ് ഒരു പ്രത്യേക ശക്തി തന്നെയാണ്, ഒരു അമ്മയാണ്. അവർക്ക് ദൈവമാണ് ദൈവം എന്ന് അറിയില്ല. അപ്പോൾ ആ അമ്മയെ ദൈവമായിട്ടാണ് കണക്കാക്കണേ. ഒരു ദേവി, പാറമേക്കാവ് ദേവി, ഭഗവതി, ആയിരങ്കണ്ടി ദേവി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ദേവിയെ പോലെ കണ്ടിട്ടാണ് അയാൾ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അയാൾക്ക് ആ മാതാവിൻ്റെ ഭക്തി കിട്ടിയത് ആ കത്തോലിക്ക കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചതാണെന്ന് സുരേഷ് ഗോപി തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് അയാൾ കണ്ടത് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഗ്രഹം, മാതാവിൻ്റെ മാധ്യസ്ഥവും അയാൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അയാൾ ജയിച്ചു കഴിയുമ്പോൾ ഒരു വോട്ടും കൂടി കൂടല്ലേ ബി ജെ പിക്ക് എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ബി ജെ പി തമ്പരാൻ പൊട്ടിച്ചു, അവിടെ ഭൂരിപക്ഷം നികത്തി. അപ്പോൾ ഇവ കയറിക്കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ബി ജെ പിക്ക് ഇല്ല. ഒരാളെ കിട്ടിയെന്ന് പറഞ്ഞ് തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാ ബി ജെ പിക്കാർക്ക് കൊട്ടുഘോഷിക്കാൻ ഒരു അവസരം കിട്ടി, ശരിയാണ്. എന്ന് വെച്ച് അടുത്ത പ്രാവശ്യം ബി ജെ പിക്കാർ ജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചെയ്യും വേണ്ട. അത് ഇനി എങ്ങനെ പോകണമെന്ന് അറിയില്ല, രാഷ്ട്രീയക്കാരുടെ കളി അങ്ങനെയാണല്ലോ. അപ്പോൾ മാതാവിൻ്റെ ഒരു അനുഗ്രഹവും മധ്യസ്ഥവും അയാളുടെ വിജയത്തിനുണ്ടായി. ഒരുപാട് കത്തോലിക്കരുടെ വോട്ടുകൾ കരുവന്നൂർ, ഇരിങ്ങാലക്കുട ഭാഗത്ത്, മാപ്രാൻ ഭാഗത്തുള്ളവരുടെ കിട്ടിയിട്ടുണ്ട്. അവിടേക്ക് അയാളിപ്പോൾ സന്ദർശിച്ചു. ആ സമയത്ത് നമ്മുടെ കോൺഗ്രസ്സുകാരും മറ്റവരൊന്നും ചെയ്തില്ല. കമ്മ്യൂണിസ്റ്റുകാർ തടിതപ്പി കള്ളത്തരം പറഞ്ഞ് മാറിക്കൊണ്ട് അവരെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. സുനിൽകുമാർ നല്ല മനുഷ്യനൊക്കെ പണ്ട് കരുന്നില്ല, അദ്ദേഹം കളി കളിച്ചു, ആ പൂരത്തിന് കളിച്ചു. അപ്പോൾ അതൊക്കെ അവരുടെ പൂരങ്ങളെ കലക്കാൻ നോക്കി, അതിലും സുരേഷ് ഗോപി ഇടപെട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ജയിച്ചിട്ടുണ്ട്. ഇനി തൃശ്ശൂരിന് കുറച്ച് നല്ല കാര്യങ്ങളും അനുഗ്രഹങ്ങളും കിട്ടാൻ ആളെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ട്. അയാളെ എങ്ങനെയായാലും മോഡി പണ്ട് അയാളോട് പറഞ്ഞ പോലെ മന്ത്രിയാക്കും. അപ്പോൾ മറ്റുള്ള മന്ത്രിമാരൊക്കെ പുറത്തുള്ളവരായിരുന്നു, മുരളിയൊക്കെ, രാജീവ് നായരൊക്കെ. അപ്പോൾ നമുക്ക് തൃശ്ശൂർക്കാരനായാലും ഒരു മന്ത്രി അവിടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട്. അത് ഉപകാരപ്പെടുത്താൻ സഹായിക്കട്ടെ എന്ന് വെച്ച് നമ്മളാരും കണ്ണടച്ച് ബി ജെ പിക്കോ മാർക്സിസ്റ്റ് പാർട്ടിക്കോ വോട്ട് ചെയ്യേണ്ട. കോൺഗ്രസ്സുകാർക്ക് ചെയ്തിരുന്ന നമ്മളൊക്കെ അവരോട് കാര്യങ്ങൾ, നമ്മുടെ പടയാട്ടച്ചൻ പറഞ്ഞതുപോലെ തുറന്ന് കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം തൻ്റെ ഇടം കാണിച്ചിട്ട് ഇനിയുള്ള അടുത്ത കൊല്ലം നമ്മുടെ നിയമസഭ ഇലക്ഷൻ ഉണ്ടാവും, 25-ൽ. അതിനു മുമ്പ് കോൺഗ്രസ്സിന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കേരളം ഭരിക്കാൻ ഉള്ള അവസരം ഉണ്ടാകട്ടെ. അഴിമതിയും സ്വജന പക്ഷപാതവും കൈക്കൂലിയും സ്വർണ്ണക്കടത്തൊക്കെ നാശിച്ച പിണറായിയുടെ ഔദത്യമുള്ള ഭരണം നാടിന് മാറട്ടെ എന്ന് പരിശുദ്ധ സ്വർഗാരോപിതയായ പരിശുദ്ധ അമ്മയുടെ മാധ്യത്തോടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥന തുടരാം. ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. അമ്മയുള്ള ഭക്തി നിലനിർത്തുന്നതോടൊപ്പം അമ്മയെ ദൈവമാതാവാക്കിയ ദൈവത്തോടുള്ള ആരാധന, വിശ്വസ്തത, കൽപ്പനയുള്ള അനുസരണം നിറവേറുവാൻ നമുക്ക് ശ്രമിക്കാം. മാതാവിൻ്റെ ഭക്തിയും കൊന്ത നമസ്കാരവും കുടുംബ റാലിയൊക്കെ നടത്തുന്നതിന് ഉപരിയായിട്ട് വിശുദ്ധ കുർബാനയിൽ എഴുന്നേൽക്കുന്ന ഈശോയെ ആരാധിക്കാനും വിശ്വസിക്കാനും പാപ സംഗീതം നടത്തി കുർബാനകൾ സ്വീകരിക്കാനും എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് ഇന്നേ ദിവസം ആശംസിക്കുന്നു. ഇന്ന് സെൻറ്റ് ബോനിഫാസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ രക്തസാക്ഷി ബിഷപ്പിൻ്റെ വിശുദ്ധൻ്റെ തിരുനാളാണ്. ഞാൻ കനഡയിൽ വന്നപ്പോൾ 5 കൊല്ലം സെൻറ്റ് ബോനിഫാസ് എന്ന രൂപതയിലായിരുന്നു. ഫ്രഞ്ചുകാരുടെ ഏരിയയാണ്.
അവിടെ വിനിപ്പെഗ് എന്ന് പറഞ്ഞ അപ്പുറത്ത്. അപ്പോൾ ഇന്നവിടെ ആ രൂപതയിൽ മൊത്തത്തിൽ എല്ലാ പള്ളികളിലും ആ രൂപതയിലുമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ രൂപതയ്ക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുകയാണ്. സെൻറ്റ് ബോനിഫാസ് രൂപത, മാനിറ്റോബ പ്രോവിൻസിൽ അല്ലെ സ്റ്റേറ്റിൽ, കാനഡയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം അവിടെയുള്ള മെത്രാൻ അല്പം പെശകാണ്. ഇപ്പോൾ ഉള്ള മെത്രാൻ അദ്ദേഹത്തിന് ലെഗാറ്റ്, അയാൾ അല്പം ലിബറാണെന്ന് മാത്രമല്ല പല കാര്യങ്ങളും അയാൾ കുറച്ച് കാണിക്കുന്നുണ്ട് അവിടെ എന്ന് കേട്ടു. അപ്പോൾ പല പള്ളികളും പൂട്ടിയിട്ടുണ്ട് വന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് തീഷ്ണതയുള്ള വൈദികരും വിശ്വാസമുള്ള വൈദികരും മെത്രാന്മാരുണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. LBN പുറത്തൂർ, മറുനാടൻ മലബാറി. എൻ്റെ യൂട്യൂബ് ചാനൽ കാണാം. LBN നിക്കോളസ് പുറത്തൂർ യൂട്യൂബ് ചാനലിലും എൻ്റെ പ്രസംഗം കാണാം.